ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഏവിലൊരു ചിക്സാണ്. പേരൻസ് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാതെ ബേഡ് ആകെ വീക്കായി. ഹെൽത്ത് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു ഇനോബേഡാണ്. ഇനോബേഡുകൾ പൊതുവേ ഹെൽത്ത് വളരെ വീക്കായിരിക്കുള്ളൂ. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ബേഡുകളാണ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇപ്പം ഇങ്ങനെയുള്ള ബേഡുകൾ നിങ്ങളുടെ ഏവിയയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യരുത്. നമുക്ക് അവർക്ക് ഫീഡ് ചെയ്ത്, അതായത് ഹാൻഡ് ഫീഡ് ചെയ്ത്, നമുക്കിപ്പോൾ A21 ഹാൻഡ് ഫീഡ് ഫോർമുലുണ്ട്, അത് കൊടുത്ത് നമുക്ക് ബേഡിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നമുക്കൊരു അനുഭവം ഉണ്ടായി. അത് നിങ്ങളുടെ ഇവരിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം ഇങ്ങനെ സാഹചര്യങ്ങളിൽ ബേഡുകളെ നമുക്ക് ആ ബേഡിനെ കണ്ടറിയാം. തീരെ വീക്കാണ് ആ ബേഡ്. അതായത് പാരൻസ് നല്ല രീതിയിൽ ഫുഡ് എടുക്കാത്ത കുഞ്ഞുങ്ങളെ അവർ തന്നെ ഫീഡ് ചെയ്യാതെ കൊന്നു കളയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതേ രീതിയിൽ ഫീഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബേഡിനെ നമുക്ക് ആ ചിക്സിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ A21 ആണ് ഫീഡ് ചെയ്യണത്. വളരെ നൈസായിട്ട്, അതായത് വെള്ളം കൂട്ടിയാണ് ആദ്യം ഫീഡ് ചെയ്യേണ്ടത്. ഏകദേശം 10, 13, 14 ദിവസമായിട്ടുള്ള ഒരു ചിക്കാണത്. ഇനോ ആണ്, ലുട്ടിനോ ആണ്. അപ്പോൾ ആ ഒരു ബേഡിനെ നമുക്കറിയാം. അതിൻ്റെ ഫസ്റ്റത്തെ കണ്ടീഷൻ നമുക്ക് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ബേഡിൻ്റെ ആകെ വീക്കായിട്ടിരിക്കുന്ന ബേഡാണ്. ആ ബേഡിനെ നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ റൈറ്റിൽ നിന്ന് അവരുടെ റൈറ്റിലേക്ക് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബേഡിനെ സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബേഡുകളെ നിങ്ങൾ ഒഴിവാക്കാതെ അവരെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്ത് നമുക്ക് ആ ചിക്സിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ 5 നേരമാണ് ഫസ്റ്റ് ഫീഡ് ചെയ്യണത്. അതിനുശേഷം പാരൻസ് തന്നെ വെച്ച് കൊടുക്കും. കാരണം കഴിക്കണ ഫുഡ് ദഹിക്കണം എന്നുണ്ടെങ്കിൽ ചൂട് വേണം. അത് പാരൻസിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂട് കിട്ടി കഴിക്കണ ഫുഡ് ദഹിക്കും. ഓരോ ദിവസം കഴിയുന്തോറും ബേഡിൻ്റെ ഹെൽത്ത് സെറ്റായിക്കൊണ്ടിരുന്നു. നമുക്ക് ആ ബേഡിനെ കണ്ടാൽ മനസ്സിലാവും പഴയ ആ ഒരു കണ്ടീഷനും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏകദേശം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 വീക്ക് അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനായി ആ ബേഡ്. ഒരു 1 വീക്കിനുള്ളിൽ ഈ ഒരു കണ്ടീഷനായി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇന്നോ ബേഡുകൾ പൊതുവേ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ബേഡുകളാണ്. ഇന്നോ, അതുപോലെ തന്നെ പേൽ ഫേലോ, ഡങ് ഫേലോ, അങ്ങനെയുള്ള ബേഡുകളെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ബേഡുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ബേഡുകൾ പൊതുവേ ഹെൽത്ത് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് അങ്ങനെ ബേഡുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് ചിക്സിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം ചില പേരൻസ് പ്രോപ്പറായിട്ട് അവർ ഫുഡ് എടുത്തിട്ടില്ലെങ്കിൽ ഫീഡ് ചെയ്യില്ല. അവർ ഫീഡ് ചെയ്യാതെ ബേഡ് ചിക്സ് ഡെഡായി പോകും. പൊതുവേ എല്ലാവരുടെയും പരാതിയാണ് ഇനോ ബേഡുകൾ, അതുപോലെ തന്നെ പേൽ ഫേലോ, ഡങ് ഫേലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉള്ള ബേഡുകളൊക്കെ ചിക്സുകൾ വിരിഞ്ഞിറങ്ങിയാൽ കിട്ടൽ വളരെ കുറവാണ്. ചുരുക്കം ആൾക്കാർക്കാണ് അതിൻ്റെ ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബ്രീഡിങ് ആയിരിക്കില്ല, അതിൻ്റെ ഏജ് നോക്കില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇടുന്ന ബേഡുകൾ ചിലപ്പോൾ നമ്മൊരു എന്താ പറയുക ഗ്രീൻ ബേഡുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അതിനൊക്കെ ഒരു ഇച്ചിരി കൂടി ബെറ്ററായിട്ടുള്ള ചിക്സുകളൊക്കെ ഇറങ്ങി കിട്ടും, ഷോ ലൈൻ ബേഡുകളൊക്കെ. അപ്പം അങ്ങനെ ഇല്ലാത്ത രീതിയിൽ ഇറങ്ങണ ചിക്സുകളൊക്കെ ഒരു 4, 5 ചിക്സുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 50% അല്ലെങ്കിൽ ഒരു 30% ചിക്സുകൾ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് കൂട്ടുകാർ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭം കണ്ട് ഇതേ രീതിയിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ A21 ഒക്കെ ആ ചിക്സിന് വേണ്ട ഗ്രോത്തിങ് സ്റ്റേജിൽ അതിനെന്താ വേണ്ടത് അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ഫോർമുലയാണ്. തീർച്ചയായിട്ടും നമുക്കത് കൊടുത്ത് ചിക്സുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഫസ്റ്റ് നമുക്ക് കണ്ടപ്പോൾ കണ്ണ് 2 സൈഡിലേക്ക് ചാടിയെന്ന് വെച്ചാൽ വളരെ എല്ലും തോലുമായിട്ട് വെച്ച ബേഡാണ്. നമ്മൾ ഈ രീതിയിൽ നമുക്ക് ആ ബേഡിനെ സേവ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് എനിക്ക് തോന്നുന്നു സാധാരണ നോർമൽ ബേഡിനേലും ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കാണ് ഇപ്പോൾ. അപ്പോൾ A21 ഒക്കെ അങ്ങനെയാണ്. അതിന് ആ ചിക്സിന് വേണ്ട ഗ്രോത്തിങ് സ്റ്റേജിൽ എന്താണ് വേണ്ടത് അതെല്ലാം അടങ്ങിയിട്ടുള്ള ഹാൻഡ് ഫീഡ് ഫോർമുലയാണ് A21. അത് വേഴ്സലാഗാണ് A21 ഹാൻഡ് ഫീഡ് ഫോർമുല. അപ്പോൾ അത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബേഡുകളൊക്കെ, ഇങ്ങനെ ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഹെൽത്ത് ഇതായിട്ടുള്ള കുറഞ്ഞ ബേഡുകളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനായ ആൾ എന്നാലും ഒരു പുതിയ അറിവ് എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ. കാരണം അത്ര തിക്കായിട്ടുള്ള ഒരു ബേഡിനെ നമുക്ക് ഈ രീതിയിലാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.